നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മകയിരം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ എന്താണ് എന്നൊന്ന് നോക്കാം. മകയിരം നക്ഷത്രക്കാർ പൊതുവെ നല്ല ബുദ്ധിയുള്ളവരും സൗന്ദര്യമുള്ളവരും മറ്റുള്ളവരോട് ആത്മാർത്ഥത കാണിക്കുന്ന സ്വഭാവക്കാരുമായിരിക്കും. മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന ഇടവക്കൂറിലും ശേഷം 30 നാഴിക വരുന്നത് മിഥുനക്കൂറിലുമാണ്. അപ്പോൾ ചൊവ്വാദശയിലാണ് ഇവർ ജനിക്കുന്നത്. അതിനുശേഷം രാഹുർദശയാണ്. ഏതാണ്ട് ജീവിതത്തിൽ ഒരു 30 വയസ്സിന് മേലാണ് ഇവർക്ക് അനുകൂലമായിരിക്കുന്ന നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗം തുടങ്ങുന്നത്. അതിനുശേഷം അങ്ങോട്ട് നല്ല നല്ല ഉയർച്ചകളും അഭിവൃദ്ധിയും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് ഇവർക്ക് യോഗമുണ്ട്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബാല്യത്തിൽ കുറച്ച് ക്ലേശങ്ങളൊക്കെ കൂടുതലായിരിക്കും. ഇവർ ശുദ്ധ മനസ്കരായിരിക്കും. അത് ആളുകൾക്ക് ഇവരെ അത് കാരണം കൊണ്ട് വഞ്ചിക്കാനായിട്ടുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അബദ്ധങ്ങളും ചതിവുകളും പറ്റാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം മകയിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല ബുദ്ധിയും സൗന്ദര്യവും ആത്മാർത്ഥതയുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവർ ചെയ്തു തീർക്കും. ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം ക്ലേശകരവും മധ്യഭാഗവും അന്ത്യഭാഗവും സുഖകരവുമായിരിക്കും. സ്വന്തം പരിശ്രമത്താൽ ഉന്നതിയിൽ എത്തിച്ചേരാനായിട്ട് ഇവർക്ക് യോഗമുണ്ട്. നല്ല സംഭാഷണം കൊണ്ട് ആരെയും വശത്താക്കാൻ കഴിയുന്നവരായിരിക്കും. എന്നാൽ മുൻകോപവും എടുത്തിയാട്ടവും കാരണം കൊണ്ട് നല്ല സൗഹൃദങ്ങൾ നശിപ്പിക്കാനുള്ള സാധ്യതയും ഇവരെ സംബന്ധിച്ചുണ്ട്. സുഖഭോഗത്തിലും ആഡംബരത്തിലും നല്ല ഭ്രമമുള്ളവരായിരിക്കും. അന്യർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ചെലവ് ചെയ്യാൻ യാതൊരു മടിയും ഇവർ കാണിക്കില്ലെങ്കിൽ പോലും അടിസ്ഥാനപരമായ ഒരു പിശുക്കും ഇവർക്ക് കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ കൂട്ടുകെട്ടൊക്കെ കൂടിക്കഴിഞ്ഞാൽ ലഹരി പോലെയുള്ള വസ്തുക്കളോടൊക്കെ ആഭിമുഖ്യം വർദ്ധിക്കാനും അതിൽ പെട്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരിപ്പോരാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്വഭാവക്കാരാണ് ഇവർ. അത് കാരണം വളരെ ശ്രദ്ധിക്കണം. എന്ത് കാര്യത്തിനും മാതാവിനോട് താല്പര്യം കൂടുതലുണ്ട്, അല്ലെ മാതാവിന് എപ്പോഴും അനുകൂലയായി നിൽക്കുന്ന ഒരു യോഗം ഇവർക്കുണ്ട്. ലൗകിക സുഖങ്ങളിൽ വളരെ തൽപരരായിരിക്കും. അതേപോലെ തന്നെ മാതാപിതാക്കളോട് വളരെ സ്നേഹം കാണിക്കും. ഭാര്യമാർ നിർബന്ധ ബുദ്ധികളും ദേഷ്യക്കാരുമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള സംഭാഷണം കൊണ്ട് ആളുകളെ കയ്യിലെടുക്കാനായിട്ട് ഇവർക്ക് കഴിയും. കാരണം മിഥുനൻ രാശിയുടെ അധിപതി ബുധനായതുകൊണ്ട്. ജാതകത്തിൽ ബുധന് ബലമുണ്ടെങ്കിൽ കണക്ക്, എഞ്ചിനീയറിംഗ് എന്നീ വിഷയങ്ങളിലൊക്കെ ശോഭിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. പുത്ര സംബന്ധമായിരിക്കുന്ന ദുഃഖം അനുഭവിക്കാനുള്ള ഒരു യോഗം ഒരു സമയത്തല്ലേ മറ്റൊരു സമയത്ത് ഇവർക്കെല്ലാവർക്കും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വന്തം ഭാര്യയുടെ അല്ലെ ഭർത്താവിൻ്റെ രോഗാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾ ഇവർക്ക് മാനസിക ക്ലേശം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബക്കാരുമായിട്ട് ആശയപരമായ ഭിന്നതകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഉറച്ച ഈശ്വരവിശ്വാസികളായിരിക്കും മകയിര നക്ഷത്രക്കാർ. അതുപോലെ നല്ല ആത്മവിശ്വാസമുള്ളവരായിരിക്കും. പല കാര്യങ്ങളും ഇവർ ചെയ്യുമ്പോൾ അവർക്ക് ശരിയെന്ന് തോന്നി ചെയ്യുന്ന കാര്യങ്ങൾ ആ സിറ്റുവേഷന് അനുകൂലമല്ലാത്തതുകൊണ്ട് മറ്റുള്ളവർക്ക് അപ്രീതി ഉണ്ടാക്കാൻ സാധ്യതയും ഉണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ, അതായത് മകയിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളൊക്കെ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും. പ്രസന്നമായിട്ട് സംസാരിക്കുന്നവരായിരിക്കും. ആഭരണാദികൾ അലങ്കാരങ്ങളിലൊക്കെ ഭ്രമമുള്ളവരായിരിക്കും. ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടാകുകയും ചെയ്യും. 21 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ, അതായത് രാഹുർദശ കഴിയുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ കുറച്ചൊരു ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാനും അതിനുശേഷം അഭിവൃദ്ധി ഉണ്ടാകാനും യോഗമുണ്ട്. നല്ല വിദ്യാഭ്യാസത്തിന് യോഗമുള്ള നക്ഷത്രക്കാരാണ് ഇവർ. അതുപോലെ തന്നെ സാമ്പത്തികമായ നല്ല അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇവർക്ക് യോഗമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.